അസ്സലാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പഞ്ചാബി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊന്ന് പൊറാട്ട, അപ്പം, ഇടിയപ്പം ഈ ഒരു 3 സാധനത്തിൻ്റെ കൂടെയും നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് കഴിച്ചിട്ടുള്ളൊരു പഞ്ചാബി ചിക്കൻ കറി. വളരെ ഈസി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടാലോ? ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. ഒരു ബേ ലീഫ്, ഒരു ചെറിയ പീസ് പട്ട, കുറച്ച് നല്ല ജീരകം, പെരിഞ്ജീരകം, 3-4 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഹോൾ സ്പൈസസ് ചെറുതാന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് കട്ടിയിൽ വേണമെങ്കിൽ വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം. കാരണം ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, ഇത് വാട്ടിയതിന് ശേഷം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ എരിവിന് ആവശ്യമായിട്ട് ഒരു 3-4 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതും അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയും ആ ഒരു പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വാടി വരണം. അതുവരെ ഇതൊന്നങ്ങ് വഴറ്റി കൊടുക്കുക. ഈ ഒരു സവാള ഇവിടെ കിടന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസ് എടുക്കുന്നതാണ് നല്ലത്. അതും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. തീരെ ചെറിയ പീസായി പോകരുത്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് പൊടികളായിട്ട് നമ്മൾ വെറും മഞ്ഞൾപ്പൊടിയും പിന്നെ കളറ് കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല കളറിലാണ് ഉണ്ടാവുക. അത് കളറ് ചേർക്കുന്നതാണ് ഫുഡ് കളറ്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കാശ്മീരി ചില്ലി ഞാനൊരു ഇത്തിരി ഒരു നുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈര്, നമ്മുടെ യോഗട്ട് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്താൽ മതിയേ. 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ഒരു 10-15 മിനിറ്റോളം ഇതുപോലെ മസാലയൊക്കെ പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ. അത്യാവശ്യം വലുപ്പമുള്ള ചിക്കനാണല്ലോ, അതിലേക്ക് ആ ഒരു ഉപ്പും യോഗട്ടും പൊടികളൊക്കെ നല്ലോണം പിടിച്ച് കിട്ടുന്ന തരത്തിൽ ഒരു 10-15 മിനിറ്റോളം അതൊന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ആ ഒരു സവാള മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. സവാളയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വാട്ടുന്ന സമയത്ത് പൊടികളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല, വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് അതൊന്നങ്ങ് വാട്ടിയെടുത്തത്. എന്നിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലോണം അങ്ങ് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പോളം, കൂടുതലായി പോകരുത്, ഒരു ഇത്തിരി വെള്ളം മതി, 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്നുകൂടി ഒന്നങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചാബി ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള അത്യാവശ്യം കുഴിയുള്ളൊരു പാത്രം എടുക്കുന്നുണ്ട്. അത് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു സവാളയുടെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. നമ്മൾ സവാളയൊക്കെ ഓൾറെഡി നല്ലോണം വാട്ടിയെടുത്തതിന് ശേഷമാണ് ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണ തെളിയുന്ന ആ ഒരു സമയം വരെ ഇതൊന്നങ്ങ് വഴറ്റി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് കൈയെടുക്കാതെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. മുകളിലായിട്ട് ആ ഒരു ഓയിൽ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ഇതിലോട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 നല്ലോണം മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് അടിച്ചിട്ട് പ്യൂരി ആക്കിയിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ആ ഒരു തക്കാളിയൊക്കെ മിക്സായി ഒന്നങ്ങ് കുറുകി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയും, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ നല്ലൊരു കളറ് കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു പച്ചമുളക് മാത്രമാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി, നമ്മുടെ കുമിൻ സീഡ് ഉണ്ടല്ലോ, അതിൻ്റെ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്നങ്ങ് വഴറ്റി കൊടുക്കുന്നുണ്ട്.
മസാലപ്പൊടികളൊക്കെ നല്ലോണം ആ ഒരു പേസ്റ്റിൽ കിടന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റോളം ഇത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സവാളയുടെ പേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലോണം ചിക്കനിൽ പിടിച്ച് കിട്ടുന്ന തരത്തിൽ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം വെള്ളം നമ്മൾ സവാള പേസ്റ്റ് ചെയ്തതും പിന്നെ ടൊമാറ്റോ പ്യൂരിയൊക്കെ ഉണ്ടാക്കിയ മിക്സിയുടെ ജാർ ഉണ്ടാവില്ലേ, ആ ഒരു മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള വെള്ളമാണ് ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ്റെ ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ആ ഒരു വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം ഉണ്ടാവുക, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചിക്കൻ ആണല്ലോ, ചിക്കനിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതും കൂടി ആകുമ്പോഴേ അത്യാവശ്യം ഒത്ത ഗ്രേവി ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ കുറുകിയിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടുതലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം ആ ഒരു സവാളയുടെ പേസ്റ്റൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നങ്ങ് തിളപ്പിക്കുക. ഇതിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസ് പോലെ ഉണ്ടാവും. നമ്മളിത് ബോയിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു സവാളയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും കേട്ടോ ഈ ഗ്രേവിക്ക്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടിക്കൊള്ളും കേട്ടോ. ചിക്കൻ ആണെന്നല്ലോ, ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു സമയത്ത് അത്യാവശ്യം ആ ഒരു ചിക്കനും ഗ്രേവി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത്ര ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലിഡ് ഓപ്പൺ ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചിട്ട് ഗ്രേവി വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അധികം ഗ്രേവി ഇല്ലാതെ കുറുകിയിട്ടുള്ള ആ ഒരു പഞ്ചാബി ചിക്കൻ കറി ആയിരുന്നേ. അപ്പോൾ അതുപോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം നല്ലോണം ഇതൊന്നങ്ങ് കുറുക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഏറ്റവും മുകളിലായിട്ട് ഒരു ഇത്തിരി കസൂരി മേത്തി കയ്യിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ പഞ്ചാബി ചിക്കൻ കറി റെഡി. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിപ്പോൾ ഇതാ കറക്റ്റ് പരിവായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒന്നുകൂടി ഒന്നങ്ങ് കുറുകി വരും. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഞാനിതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചപ്പാത്തിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. ഏതൊരു ഫുഡിൻ്റെ കൂടെയും നമുക്ക് നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഈ ഒരു പഞ്ചാബി ചിക്കൻ കറി. നമ്മൾ എന്നും ഒരേ രീതിയിൽ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന ആൾക്കാർക്കും മടുപ്പ് തോന്നില്ല. നല്ല ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഈ ഒരു കറി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നും ഒരേ രീതിയിലുള്ള ചിക്കൻ കറിയൊക്കെ കഴിച്ച് മടുത്തവരുണ്ടെങ്കിലും വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.